ഡിസംബർ 13 2001 നടന്ന പാർലമെന്റ് ആക്രമണത്തിന്റെ 23-ാം വാർഷിക ദിനം. ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ സ്മൃതി മന്ദിരത്തിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച ശേഷമാണ് എംപിമാർ ലോക്സഭാ നടപടികളിലേക്ക് കടന്നത്. Güzel. ഡിസംബർ 13 രാജ്യത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ ദിനം. അന്ന് പാർലമെന്റിൽ ശീതകാല സമ്മേളനം നടത്തുമ്പോഴായിരുന്നു പാർലമെന്റ് മന്ദിരത്തിനു നേരെ ആഭ്യന്തര വകുപ്പിന്റെ വ്യാജ സ്റ്റിക്കർ പതിച്ച കാറിലെത്തിയ 5 അംഗ ഭീകരർ ആക്രമണം നടത്തിയത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷ് ഇ മുഹമ്മദ് ഭീകര സംഘടനകളായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. സംശയം തോന്നിയതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കാർ തടഞ്ഞു. പിന്നാലെ കാറിൽ നിന്നും പുറത്തിറങ്ങിയ സംഘം വെടിയുതിർക്കുകയായിരുന്നു. 100-ലധികം എംപിമാരാണ് ആ സമയത്ത് പാർലമെന്റിനകത്ത് ഉണ്ടായിരുന്നത്. അരമണിക്കൂറോളം നീണ്ട വെടിവെപ്പിൽ ആക്രമണം നടത്തിയ 5 ഭീകരരും 8 സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർലമെന്റിലെ ഉദ്യാനപാലകനും ഉൾപ്പെടെ 15 പേരാണ് കൊല്ലപ്പെട്ടത്. ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷ് ഇ മുഹമ്മദും സംയുക്തമായി ആസൂത്രണം ചെയ്ത ആക്രമണമാണെന്നും കൊല്ലപ്പെട്ട 5 ഭീകരരും പാകിസ്ഥാൻ പൗരന്മാരാണെന്നും പിന്നീട് നടന്ന അന്വേഷണത്തിൽ തെളിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാറും മൊബൈൽ ഫോണും മുൻനിർത്തിയുള്ള അന്വേഷണത്തിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. മുഹമ്മദ് അഫ്സൽ ഗുരു, അഫ്സാൻ ഗുരു, ഷൗക്കത്ത് ഹുസൈൻ ഗുരു, SAR ഗിലാനി എന്നിവരാണ് അറസ്റ്റിലായത്. ഡിസംബർ 29 അഫ്സൽ ഗുരുവിനെ പ്രത്യേക കോടതി പോലീസ് റിമാൻഡിലേക്ക് വിട്ടു. വിചാരണ കോടതി അഫ്സാനെ വെറുതെ വിടുകയും ബാക്കിയുള്ളവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 2006 സെപ്റ്റംബർ 26 അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാൻ കോടതി ഉത്തരവിട്ടു. അതിനു തൊട്ടു പിന്നാലെ അഫ്സൽ ഗുരുവിൻ്റെ ഭാര്യ ദയാ ഹർജി സമർപ്പിച്ചു. തൊട്ടടുത്ത വർഷം സുപ്രീം കോടതി അഫ്സൽ ഗുരുവിൻ്റെ ഹർജി തള്ളി. പിന്നീട് ഫെബ്രുവരി 9 അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത്. ആക്രമണത്തിന്റെ ദൃക്സാക്ഷിയായിരുന്ന മലയാളിയായ ശ്രീധരൻ സംഭവത്തെ ഓർമ്മിച്ചെടുക്കുന്നു. പാർലമെന്റ് അറ്റാക്ക് ഡിസംബർ 13, 2001. അന്ന് ഞാൻ ആരാധ്യനായ ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ പാർലമെന്റിൽ ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ വന്ന് അന്ന് പാർലമെന്റിനകത്ത് സെക്യൂരിറ്റി സ്റ്റാഫിന് ആയുധങ്ങളില്ല. ഇന്നാണ് എല്ലാ വാതിലുകളിലും ആയുധങ്ങളുമായിട്ട് സെക്യൂരിറ്റി സ്റ്റാഫ്, പാർലമെന്റ് സ്റ്റാഫിന് ആയുധമില്ല. അപ്പം ഞാൻ ഉള്ളിൽ കടന്ന് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊരു വണ്ടി വിജയിച്ചവർക്ക് ഭാഗത്തുനിന്ന് വരികയും നിരക്കെ വെടിവെക്കൊണ്ട് എല്ലാ ഇരുമ്പ് ഗേറ്റുകളും അടച്ച് ഞങ്ങളൊക്കെ പെട്ടെന്ന് വാതിലിനകത്താക്കി ഉള്ളിൽ കയറി. ഞാൻ ബാൽക്കണി കയറി. അതിനുശേഷം 2 മണിക്കൂർ ശേഷമാണ് ഞങ്ങളെ DTC ബസ് കൊണ്ടുവന്ന് അതിൻ്റെ 2 സൈഡിലും സെക്യൂരിറ്റി സ്റ്റാഫ് ഇരുന്ന് ഉൾ സൈഡിലെ MPമാരെയും ബാക്കി PAമാരെയും പുറത്ത് കടത്തിയത്. പിന്നീടാണ് അറിഞ്ഞത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, 5 തീവ്രവാദികളാണോ 6 തീവ്രവാദികളാണോ എന്നുള്ളത്. അവസാനമാണത് കൺഫേം ചെയ്യുകയും എല്ലാ ബോഡിയും കണ്ടെടുക്കുകയും ചെയ്തത്. എന്തു വന്നാലും തീവ്രവാദികൾക്ക് അടിമപ്പെടാൻ പാടില്ലെന്നോ സർവകക്ഷി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. പിറ്റേ ദിവസം ശനിയാഴ്ചയും പാർലമെന്റ് നടത്തുകയാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ മലയാളം പൾസ്.